ഗുരുവായൂരിൽ നിന്ന് ആലപ്പുഴ വഴി ചെന്നൈ ഇഗ്മോർ വരെ പോകുന്ന ഗുരുവായൂർ ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് എറണാകുളം ടൗണിന് ശേഷം ആലപ്പുഴ വഴിയുള്ള ഈ ട്രെയിൻ കായംകുളത്ത് മാത്രമാണ് സ്റ്റോപ്പ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഇത് മധുരൈ, കൊടൈക്കനാൽ, ദിണ്ടിക്കലൊക്കെ പോകാനായിട്ടുള്ള ബെസ്റ്റ് ഒരു ട്രെയിനും കൂടെ ആയിരുന്നു. ഇതേപോലെ തന്നെ കുറച്ച് നാളായിട്ട് വിരുദുപുരം ജംഗ്ഷന് ശേഷം മധുരൈ, കൊടൈക്കനാൽ റോഡ്, അതേപോലെ ദിണ്ടിക്കൽ ജംഗ്ഷനിലൊന്നും സ്റ്റോപ്പ് കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് അതിലൊന്ന് യാത്ര ചെയ്ത് നോക്കാം. അവിടെ സ്റ്റോപ്പ് ഉണ്ടോ അതോ വേറെ മൈ ട്രെയിനിലും മറ്റുള്ള ആപ്പുകളിലും കാണിക്കാത്തതാണോ, എന്താണ് റീസൺ എന്ന് നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മധുരയ്ക്കാണ്. പക്ഷെ നമുക്ക് മധുരയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിലിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് വിരുദുപുരം ജംഗ്ഷൻ വരെ ടിക്കറ്റ് കിട്ടിയുള്ളൂ. പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മധുരയിൽ ആ ട്രെയിൻ ചെന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പം എന്താണ് കാര്യം നമുക്കൊന്ന് നോക്കാം. ചെന്നിട്ട് പറ്റുവാണെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് TTയോടൊന്ന് സംസാരിച്ച് നോക്കാം. ഇത് ഇതുവഴിയാണ് പോകുന്നത്, ഇപ്പം ആ റൂട്ട് തന്നെയാണോ പോകുന്നത്, അതോ കോട്ടയം വഴി തിരിച്ചു വിട്ടോ, അതോ വിരുദുപുരം ജംഗ്ഷന് ശേഷം വേറെ ഏതെങ്കിലും റൂട്ട് വഴി പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ നോക്കാം. ഈ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യാനും അതേപോലെ ഈ പറഞ്ഞ സ്റ്റേഷൻസിൽ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണണം. കാരണം ഇപ്പം അവിടെ സ്റ്റോപ്സ് കാണിക്കുന്നില്ല. ആലപ്പുഴയിലാണെങ്കിലും ഹരിപ്പാട് വരെയുള്ള സ്റ്റോപ്സ് കാണിക്കുന്നില്ല. ഡയറക്റ്റ് കായംകുളത്ത് മാത്രമേ സ്റ്റോപ്പ് കാണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ വിരുദുപുരം ജംഗ്ഷന് ശേഷം മധുരൈ, കൊടൈക്കനാൽ, ദിണ്ടിക്കൽ ഇവിടെ ഒന്നും സ്റ്റോപ്പ് കാണിക്കുന്നില്ല. അതിനുശേഷമുള്ളൊരു സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് എന്താണ് കാണുന്നത് നോക്കാമേ. ഇപ്പം എന്തായാലും 12:30 കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കാണ് നമ്മുടെ ട്രെയിൻ എറണാകുളം ടൗണിൽ എത്തുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയപ്പോഴത്തേക്കും ചാലക്കുടി കഴിഞ്ഞിരുന്നു. ഏകദേശം മിക്ക സ്റ്റേഷനുകളിലും ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗുരുവായൂർ വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ പൊൻകുന്നം, തൃശ്ശൂർ, അങ്കമാലി, കാലടി, ചാലക്കുടി, എല്ലായിടത്തും ഇരിഞ്ഞാലിക്കുട എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു ട്രാവൽ ഒരു സീരീസ് ട്രാവലാണ്. നമ്മൾ മധുരൈ ചെന്നതിന് ശേഷം വേറൊരു പ്ലേസിൽ പോകുന്നുണ്ട്, അവിടുന്ന് വേറൊരു പ്ലേസിൽ പോകുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സീരീസ് കാണാൻ മറക്കല്ലേ. കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ട്രെയിൻ വന്നതിന് ശേഷം കാണാം. ഇപ്പോൾ അനൗൺസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ആലപ്പുഴ വഴിയാണല്ലോ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ആലപ്പുഴ വരെ ഇന്നേ ദിവസം ആലപ്പുഴ വഴിയല്ല പോകുന്നത്. പകരം കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി ആ വഴിയാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെന്നൈ ഇഗ്മോർ അല്ല, ഗുരുവായൂർ താമ്പലം എക്സ്പ്രസ് ആണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ട്രെയിൻ വന്നു. എറണാകുളം ടൗണിൽ നിന്ന് എടുത്ത് ഞാൻ മിക്കപ്പോഴും എറണാകുളം ജംഗ്ഷനിൽ നടന്നത് വയൽ എറണാകുളം ജംഗ്ഷനിലായിരുന്നത്. ഇപ്പം എല്ലാം സെറ്റിലായപ്പോൾ മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് കോട്ടയം വഴിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നുമില്ല. മിഡിൽ ബർത്താണ്. കയറി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. കാരണം ഇന്നലെ 2 മണിക്കായപ്പോഴത്തേക്കാണ് ഉറങ്ങിയത്. അപ്പം ദേ രാവിലെ ഇപ്പം നാഗർകോവിൽ ടൗൺ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മോർണിംഗ് ഒരു കാഴ്ച. നമ്മളിത് കന്യാകുമാരിക്ക് പോയപ്പോഴത്തേക്ക് കണ്ട പാലമാണിത്. എറണാകുളം ടൗണിൽ നിന്ന് മധുരയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ വിരുദ്ധ ജംഗ്ഷൻ, അതെ, അവിടെ വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 314 രൂപയാണ് ആയത്. ഈ ഒരു ട്രെയിൻ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രെയിനാണ്. വാഷ്റൂമും ഇന്നലെ നൈറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്കും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ട്രെയിനാണ്. രാവിലെ കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ പറ്റിയെന്ന ഒരു ട്രിവാൻഡ്രം ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും ബഹളമൊക്കെ കാരണം എണ്ണിക്കേണ്ടി വന്ന് പിന്നെ ഉറങ്ങി. ഇപ്പം ഇത് പറ്റിയെന്ന് അറിയില്ല. ട്രെയിൻ പിടിച്ചിടാനായിട്ടുള്ളൊരു പുറപ്പാടിലാണല്ലോ. മറ്റേ ഈ നെല്ലിൻ്റെ ഭയങ്കര ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ. ഓ
വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, ഇത് മധുരൈ വഴിയാണോ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ പോകാതെ ചോദിച്ചു. പറഞ്ഞു എല്ലാം ഇതിപ്പോ ഡൈവേർട്ട് ചെയ്ത് വിട്ടേക്കാണ്. ഈ ട്രെയിൻ ഇപ്പം മധുരയിലോട്ട് പോകുന്നില്ല കേട്ടോ. മധുരൈ, കൊടൈക്കനാൽ, ദിണ്ടിക്കൽ ആ വഴിയല്ല, ഇത് ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിയാണ് പോകുന്നത്. നല്ല വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇല്ല നമുക്ക് സ്റ്റോപ്പ്, പക്ഷെ ട്രെയിൻ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത്യാവശ്യം തരക്കേടില്ലാതെ തണുപ്പുണ്ട്. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ചൂടാണെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ലോ. അങ്ങനെ നമ്മളത് ആലവൈമൊഴി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ അടിച്ചു. ഇപ്പം നമ്മളിവിടെ നിന്ന് എടുത്തു. എൻ്റെ സീറ്റ് മിഡിലാണ്. ഇപ്പോൾ ഈ സെക്ഷനിൽ സൈഡ് ലോവറിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൈഡ് ലോവറിൽ കയറി ഇരുന്നത് കേട്ടോ. ആരും വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നാലും മാറേണ്ടി വരും. പിന്നെ ഇവിടെ ക്ലീനിങ് അത്യാവശ്യം നന്നായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്ലീനിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ബാത്റൂമും തരക്കേടില്ലാത്തൊരു ബാത്റൂമൊക്കെ തന്നെയാണ്. മീൻസ് വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വല്ലിയൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി. നോക്കി അപ്പുറപ്പാട് കിടക്കുന്നത് ബാംഗ്ലൂരു ജംഗ്ഷൻ. ആളുകൾ കയറാനുണ്ട്. എടുത്തെറിയുന്നുണ്ട്. 1 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായെന്നുള്ള നമ്മുടെ വണ്ടി ഹോൺ അടിച്ചു ഗൈസ്. നമ്മുടെ സൂര്യേട്ടന്റെ ഒക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് മയിലുകളെ കണ്ടിട്ടുണ്ടായിരുന്നു, പെൺമയിലുകളെ. ക്യാമറ എടുത്തപ്പോഴത്തേക്ക് വളർത്തും. ട്രെയിനിൽ തന്നെ അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങുന്നില്ല. ഒന്ന് ഹൈജീനിന്റെ പ്രശ്നം കൊണ്ടും, പിന്നെ കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാം എന്ന് വിചാരിക്കണം. ഡയറ്റ് കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ നല്ല ഫുഡ് കഴിക്കാം എന്ന്. ട്രാവലാണെങ്കിലും അത്യാവശ്യം ഹെൽത്തി നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇപ്പം എന്നോട് ഡോക്ടർ ഈ പരിപാടിയെ പറ്റി വളരാൻ പറഞ്ഞത്. പക്ഷേ ഇഷ്ടമായതുകൊണ്ടും നമുക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ടും ഞാൻ പരിപാടി നോക്കുന്നുണ്ട്, ഫുഡ് നോക്കുന്നുണ്ട്. ടോട്ടലി കഴിക്കുന്നില്ല എന്നല്ല, കഴിക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിക്കും, അല്ലാതെ മാക്സിമം നമ്മൾ ഒഴിവാക്കാം. അങ്ങനെയുള്ളൊരു ഈ കാണുന്നൊരു ഇതുണ്ടല്ലോ, ഇതിനകത്താണ് ഞാൻ എൻ്റെ പേസ്റ്റ്, ബ്രഷ്, കംപ്ലൈൻറ്റും എല്ലാം കൊണ്ടുനടക്കുന്നത്. നോക്കണേ, ടങ് ക്ലീനർ ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമോന്ന് അറിയില്ല, ഞാൻ കൊടുക്കാം, നോക്കാം. ഇത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഇത് വാങ്ങിയിട്ട് 1 വർഷത്തിന് മേളിലായി. അടിപൊളി പ്രൊഡക്റ്റ് അല്ലെ, ഇങ്ങനെ ഇരുന്നോളും. ഇനിയിപ്പം തിരുനെൽവേലി ജംഗ്ഷനിലാണ് സ്റ്റോപ്പ്. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നേക്കാണ്. നല്ല രസമില്ല ഇത് കാണാനായിട്ട്. കുറേ പക്ഷികളുണ്ട്. ആക്ച്വലി ക്യാമറയിൽ കാണാൻ പറ്റും. തിരുനെൽവേലി ജംഗ്ഷൻ എടുക്കാനായി അങ്ങനെ നമ്മള് തിരുനെൽവേലി ജംഗ്ഷനിലെത്തിയേ. ഇവിടെ നല്ല ഫുഡ് കിട്ടുമായിരിക്കുമോ? ഞാൻ പോകുന്ന റൂട്ടിലൊക്കെ എവിടെയായിരിക്കും നല്ല ഫുഡ് കിട്ടുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഫുഡിന്റെ കാര്യം എവിടെയാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഏത് സ്റ്റേഷനിലാണ് നല്ല ഫുഡ് കിട്ടുന്നതെന്ന് അറിയില്ല. നമ്മൾ കാട്ട്പാടി പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സേലത്താണ് അടിപൊളി ഫുഡ് കിട്ടുന്നത്, സേലത്തു നിന്നേ വാങ്ങാവുന്നു. അപ്പം ഇനിയിപ്പം നമ്മളത് ശ്രദ്ധിക്കുക. അപ്പം ബാക്കിയുള്ള ഇനി നമ്മൾ പോകുന്ന വഴി നല്ലതാണ് കേട്ടോ, ഇവിടെയാണ് ഫുഡ് നല്ലത് കിട്ടുന്നതെന്ന് അറിയാത്തത് കൊണ്ടേ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ്, തിരുനെൽവേലി ജംഗ്ഷനിൽ നമുക്കൊരു 5 മിനിറ്റ് സ്റ്റോപ്പ് വരുന്നുണ്ട്.
ഹോൾട്ട് വരുന്നുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് വാഞ്ചി മനിയാച്ചി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്, 9:03 ആയിട്ടുണ്ട്. 3 മിനിറ്റ് ലേറ്റ് ആയി വീണ്ടും. അപ്പോൾ നമ്മളൊരു 10:30 ആകുമ്പം വിരുദ് നഗറിലെത്തും എന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാസഞ്ചർ ട്രെയിനാണ് ഞാൻ നോക്കുന്നത്. അത് ഇന്നലെ അതുവഴിയാണ് പോയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ വല്ല ബസ്സും പിടിച്ച് പോകേണ്ടി വരും. എൻ്റെ ദൈവമേ. അത്യാവശ്യം തരക്കേടുള്ളത് സ്പീഡിലാണ് കേട്ടോ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് ഇതിൽ സ്പീഡ് ഉണ്ടായിരുന്നു. മാനിയാച്ചി ജംഗ്ഷൻ അങ്ങനൊരു സ്റ്റേഷനാണ്. നമ്മൾ ആ ഒരു സ്റ്റേഷനിലെത്തിയേക്കാണ്. ഇവിടെ ഒരു 2 മിനിറ്റ് ഹോൾട്ടേ ഉള്ളൂ. ജംഗ്ഷനാണ്, പക്ഷെ 2 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ വരുന്നത്. 3 സ്റ്റേഷനും കൂടെ ഇതിന് ശേഷം 4ാമത്തെ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഈ മനോഹരമായ വലിയ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തേക്കാണ്. സമയം 10:45. നമ്മൾ വിരുദ് ജംഗ്ഷൻ അടുക്കാറായേ. ഒരു 7 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ. അങ്ങനെ നമ്മള് വിരുദ് നഗർ ജംഗ്ഷനിലെത്തിയേ. വണ്ടി ഇതേ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. വിരുദ് നഗർ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പിള്ളേർ ദിണ്ടിഗലിലും മധുരയൊക്കെ പോകേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിരുദ് നഗർ ജംഗ്ഷനിലെത്തിയ ഒരുപാട് പേര് ദിണ്ടിഗലിലും മധുരയിലും ഒക്കെ പോകേണ്ട ഒരുപാട് പേര് പിള്ളേരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇത് അങ്ങോട്ട് പോകാത്തതുകൊണ്ട്. ഇനി ഇവിടെ ആക്ച്വലി ഇനി മധുരയ്ക്ക് ആ ഭാഗത്തോട്ട് പാസഞ്ചേഴ്സ് മാത്രമേ അലൗ ചെയ്തിട്ടുള്ളൂ. പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന കോയമ്പത്തൂർ എക്സ്പ്രസ് ആക്ച്വലി പാസഞ്ചറാണ്. അപ്പോൾ ആ ട്രെയിനിന് നമുക്ക് മധുരയ്ക്ക് പോകാൻ പറ്റും. മധുരയാണെങ്കിലും ദിണ്ടിഗലാണെങ്കിലും നമുക്കത് പോകാൻ പറ്റും. അപ്പോൾ ഈ റൂട്ട് മധുരൈ, ദിണ്ടിഗൽ, കൊടൈക്കനാലൊക്കെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഏകദേശം പകുതി മുക്കാലും ട്രെയിനുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് മധുരയൊക്കെ ആണെങ്കിലും പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി ഇറങ്ങിയിട്ടും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് 11:20 ആ വണ്ടി ഇവിടെ വരുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് മധുരയ്ക്ക് പോകാം. ആ ട്രെയിനും 7 മിനിറ്റ് ലേറ്റ് ആണ്. ഇതിനു മുമ്പുള്ള സപ്തൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, ആ സ്റ്റേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേഷൻ ഇതാണ്. ഇനി നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പാസഞ്ചർ കയറിപ്പോകാം. പാസഞ്ചറിൻ്റെ എക്സ്പ്രസ് ആണെന്നാണ്, പക്ഷേ ഇവിടെ എല്ലാവരും പാസഞ്ചർ എന്നാണ് പറയുന്നത്. കാരണം ആ ട്രെയിൻ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ആ ട്രെയിൻ വന്നിട്ട് നമുക്ക് പോകാം. നല്ല ആളുണ്ട് സ്റ്റേഷനിൽ, ഉണ്ടോ? നല്ല ആളുണ്ട്. നല്ല ആളാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ഇവിടെ നിന്ന് എടുത്തേ. എന്തായാലും 1 മണിക്കൂറത്തെ യാത്രയുള്ളൂ. അപ്പോൾ നിന്ന് പോകാം, ഹോട്ടൽ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ആളുണ്ട്. 2-3 സ്റ്റോപ്പ്, അതിനുശേഷം നമ്മൾ മധുര എത്തുക. 4 പേര് മാത്രമേ ഇരിക്കുന്നുള്ളൂ. പക്ഷെ അവർ മാറി തരത്തില്ല. വെറും 4 പേര് മാത്രമേ ഇരിക്കുള്ളൂ. ഇവിടെ ഈ പണി നടക്കുന്നത് കൊണ്ടാണ് പകുതി മുക്കാലും വണ്ടികൾ തിരിച്ചു വിട്ടേക്കുന്നത്. അതുകൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പയ്യെ പോകുന്നത്. ചുരുക്കം ചില വണ്ടികൾ പാസഞ്ചേഴ്സ് മെമോ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇപ്പോൾ ഇവിടുന്ന് മധുരൈ, ദിണ്ടിക്കൽ, കൊടൈക്കനാലൊക്കെ പോകുന്നുള്ളൂ. ഇതൊരു പഴയ സ്റ്റേഷനാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് സൈഡിൽ കയറിയിരുന്ന് കുറെ നേരമായിട്ട് കളിയാക്കലൊക്കെ നടക്കുന്നുണ്ട്. കാരണം വരാതെ സീക്വൻസുകളല്ല ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ്.
അങ്ങനെ നമ്മൾ മധുര എത്തി. ഇവിടെ ഈ കിടക്കുന്ന ആ പുള്ളിയുണ്ടല്ലോ, ആ പുള്ളിയുടെ ലോജിക് എന്ന് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് ഇരിക്കുന്നവർ സീറ്റ് കൊടുത്താൽ അല്ലാത്തവർക്ക് ഇരിക്കാൻ അവകാശമില്ല. യുനോ, ഓൾറെഡി ഇരിക്കുന്നവർ സീറ്റ് കൊടുക്കരുത്. കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇരിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും മധുരയായി പോയി കംപ്ലൈന്റ് ചെയ്ത് മധുര എത്തുകയും ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ചേട്ടന്റെ തെറ്റിദ്ധാരണകളൊന്നും മാറ്റി കൊടുക്കാമായിരുന്നു. എന്തായാലും മധുരയിൽ പോലീസിനെ കാണുമെന്നൊന്ന് നോക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടോ ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമല്ലോ. ജനറൽ കമ്പാർട്ട്മെന്റിൽ വെറും 4 പേർക്ക് മാത്രമേ ഒരു സീറ്റിലിരിക്കാൻ മീൻസ് ഒരു ഇതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പ്രായമായ അമ്മമാരും ഒക്കെ അവിടെ നിന്ന് പോകണോ, ടിക്കറ്റ് എടുത്തവർ മണ്ടന്മാരാണോ എന്ന് മാറ്റി കൊടുക്കണമല്ലോ. ബിക്കോസ് 5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വിശാലമായിട്ടാണ് ഇരിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. സ്ലീപ്പർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാകും. ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതാണ്, ആളുടെ സീറ്റിലിരിക്കാൻ പാടില്ല, കാശ് എടുത്ത് പോകുന്നതാണ്. ഇത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇരിക്കാൻ സീറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അല്ലാതെ നമ്മൾ സംഗമത്തിൽ പോയതുപോലല്ല കേട്ടോ. അങ്ങനെ നമ്മൾ മധുര എത്തി. ഇവിടെ വീഡിയോ എടുക്കാൻ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ഇവിടെ CMO ആരോ വരുന്നുണ്ട്, എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വീഡിയോ എടുക്കാനായിട്ട് ഇനിയും പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു എറണാകുളം മധുരൈ വ്ളോഗ്. അപ്പം മധുരൈ വരുന്നവർ ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇപ്പം റോഡിൻ്റെ റെയിലിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് ട്രെയിൻസ് കിട്ടുന്നില്ല, ഡൈവേർട്ട് ചെയ്ത് ഒരുപാട് ട്രെയിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിൻ്റെ ആവശ്യം ഒരുപാടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.